ഈ ലൈഫ് പദ്ധതിയിൽ ഒരുപാട് പേർക്ക് വീട് കിട്ടിയിട്ടില്ല, സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ലഭിക്കാത്തതുകൊണ്ടാണ് ചിലർക്ക് കിട്ടാത്തത്. അങ്ങനെയൊക്കെ ഒരുപാട് പരാതികളുണ്ട്. അതൊക്കെ എങ്ങനെ ഇപ്പോൾ പച്ചയായ സത്യമല്ലേ? നമുക്ക് നമ്മൾ അടയ്ക്കുന്ന നികുതി പണം കൃത്യമായി നമുക്ക് കിട്ടേണ്ട പണം കേരളത്തിലേക്ക് ലഭിക്കാതെ നമ്മൾ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവർക്കും അനുഭവമാണ്. എത്രയോ ആനുകൂല്യങ്ങൾ, സബ്സിഡികൾ, അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഇങ്ങോട്ട്, നമ്മുടെ പണം ഇങ്ങോട്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാം. ഇതുകൂടാതെ നമുക്ക് ഓരോ പദ്ധതിയും സംയുക്തമായി നടത്തുന്ന പദ്ധതി പലതിനും ഫണ്ട് ലഭിക്കാതിരിക്കുന്നു. അങ്ങനെ പലതുമായി മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ വന്നാലും സർക്കാർ പിടിച്ചു നിന്നുകൊണ്ടാണ് ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് താഴെ വോട്ടർമാരെ എല്ലാവരും, ഇതിൻ്റെ ഗുണഭോക്താക്കളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗവും സർക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അടുത്ത ദിവസം പോയി അതിൻ്റെ പൈസ വിഹിതം കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നുണ്ട്. കുറേ കൂടെ സാധാരണക്കാർക്ക് ആശ്വാസമാകും. വീടിൻ്റെ രണ്ടാം വീട് കിട്ടേണ്ട ആളുകൾ, മൂന്നാം വീട് കിട്ടേണ്ട ആളുകൾക്ക് അതൊക്കെ ആശ്വാസമായി മാറും എന്നതാണ് സംശയം.